ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് നമുക്കിവിടെ ഈ സീസണിൽ തന്നെ ഫസ്റ്റ് സ്നോ ആയിരുന്നു. അപ്പോഴുള്ള കുറച്ച് നല്ല നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെയാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. വിന്ററിന് തൊട്ട് മുന്നേയും വിന്റർ ആയപ്പോഴും നമ്മുടെ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള മനോഹരമായ കാഴ്ചയാണിത്. നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സ് റിക്വസ്റ്റ് ചെയ്താണ് കേട്ടോ ഈ വീഡിയോ. നമ്മുടെ താമസിക്കുന്ന സ്ഥലവും അവിടെയുള്ള ക്ലൈമറ്റ് ചേഞ്ചും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ഇടണമെന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിയിട്ട് ഞങ്ങൾ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഇന്നിവിടെ കുട്ടികൾക്ക് ക്ലാസ് ഉള്ള ദിവസമായിരുന്നു. അവരുടെ ടീച്ചേഴ്സൊക്കെ അവരോട് പറയുന്നുണ്ടായിരുന്നു കുറച്ച് സമയം ബ്രേക്ക് കിട്ടുമ്പോൾ പുറത്തിറങ്ങി കളിക്കണം, സ്നോയിൽ കുറച്ച് നേരം എൻജോയ് ചെയ്തിട്ട് അതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ടീച്ചേഴ്സായിട്ട് ഷെയർ ചെയ്യണം എന്ന് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കിട്ടിയ ഒരു ബ്രേക്ക് ടൈമിൽ നമ്മൾ കുറച്ച് നേരം കളിക്കാനായിട്ട് പുറത്തിറങ്ങിയതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ താമസിക്കുന്ന സ്ഥലത്തുള്ളവരുടെ ഫേവറേറ്റ് പ്ലേസ്. അപ്പോൾ അവിടെ കുറച്ച് നേരം നിന്ന് സ്നോയിലൊക്കെ കളിച്ചൊരു സ്നോമാനൊക്കെ ബിൽഡ് ചെയ്യാന്നുള്ള സന്തോഷത്തിലാണ് രണ്ടുപേരും കൂടെ പോകുന്നത്. കിട്ടിയ ബ്രേക്ക് ടൈം രണ്ടുപേരും മാക്സിമം എൻജോയ് ചെയ്യണം കേട്ടോ. നമുക്ക് കാണാം ഇവിടെ റോഡൊക്കെ തന്നെ വളരെ ക്ലിയർ ആയിരിക്കും. അപ്പോൾ അവർ ആ സ്നോ ഒക്കെ നീക്കം ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഡ്രൈവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊന്നും ഇവിടെ ഉണ്ടാവില്ല. ഈ മരങ്ങളിലുള്ള ഇലകളൊക്കെ കൊഴിഞ്ഞു നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഇതോടുകൂടി ഈ മരങ്ങളൊക്കെ നശിച്ചു പോകുന്നു. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഓരോ സീസണും നമുക്ക് വളരെ വ്യത്യസ്തമായ കാഴ്ചകളാണ് കേട്ടോ സമ്മാനിക്കുന്നത്. സ്പ്രിംഗ് ആകുമ്പോഴേക്കും ഈ കൊഴിഞ്ഞു നിൽക്കുന്ന മരങ്ങളിലെല്ലാം ഇലകൾ വരാൻ തുടങ്ങും. സമ്മർ ആകുമ്പോഴേക്കും ഇലകളെല്ലാം വന്ന് നല്ല പച്ചപ്പായിട്ടുണ്ടാവും. ഓരോ സീസണിലുള്ള നമ്മുടെ ബാൽക്കണി വ്യൂ ആണ് കേട്ടോ ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇത് സമ്മറിലുള്ള കാഴ്ചകളാണ്. സ്പ്രിംഗ് സീസൺ മാർച്ച് മിഡ് തൊട്ട് ജൂൺ മിഡ് വരെ ആയിരിക്കും. സമ്മർ തുടങ്ങുന്നത് ജൂൺ മിഡ് തൊട്ട് സെപ്റ്റംബർ മിഡ് വരെ ആയിരിക്കും. സമ്മർ കഴിഞ്ഞ് ഫോൾ ആകുമ്പോഴേക്കും മരങ്ങളെല്ലാം നല്ല കളർഫുൾ ആയിരിക്കും. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീസണാണ് കേട്ടോ ഈ ഫോൾ സീസൺ. എല്ലാവരും ഒരുപാട് ഫോട്ടോസും ഒക്കെ എടുക്കുന്നത് ഈ ഫോൾ സീസണിൽ തന്നെയാണ്. ഫോൾ കഴിയുമ്പോഴേക്കും ഈ കളർഫുള്ളായിട്ട് നിൽക്കുന്ന ഇലകളെല്ലാം താഴേക്ക് വീഴും. സെപ്റ്റംബർ സെക്കൻഡ് വീക്ക് ആവുന്നതോടുകൂടി ഫോൾ സീസൺ സ്റ്റാർട്ടാകും. അതൊരു നവംബർ സെക്കൻഡ് വീക്ക് വരേക്കും നീളും. അത് കഴിഞ്ഞ് വിൻ്റർ ആകുമ്പോഴേക്കും ഈ മരങ്ങളിലൊന്നും ഒരു ഇലയും ഉണ്ടാവില്ല. നവംബർ സെക്കൻഡ് വീക്കൊക്കെ ആകുമ്പോഴേക്കും വിൻ്റർ സ്റ്റാർട്ട് ചെയ്യും. അത് ഏകദേശം ഒരു മാർച്ച് വരേക്കും നീളും. നല്ല തണുപ്പുള്ള സമയമായതുകൊണ്ട് തന്നെ 2-3 ദിവസത്തേക്ക് ആ സ്നോ ഇവിടെ തന്നെ ഉണ്ടാവും. അതൊരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴാണ് കേട്ടോ അലിഞ്ഞു പോകാൻ തുടങ്ങിയത്. ഇത് നമ്മൾ 2ാമത്തെ ദിവസം എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് പുറത്തിറങ്ങിയതാണ് നടക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ കണ്ട കുറച്ച് കാഴ്ചകളാണിത്.
ഒക്കെ കഴിയുമ്പോഴേക്കും ഈ ട്രീസിലൊക്കെ ഐസിക്കിൾസ് ഫോം ചെയ്യും. അപ്പോൾ അതിങ്ങനെ നമുക്കിങ്ങനെ കൈകൊണ്ടെടുത്ത് നല്ലൊരു രസമുള്ളൊരു കളിയാണ്. അതിങ്ങനെ കുട്ടികളൊക്കെ ഇങ്ങനെ എടുത്ത് കയ്യിലിങ്ങനെ വെച്ച് കുറേ നേരം രണ്ടുപേർക്കും പാക്ക് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോയാലെന്നവരെ ഉണ്ടായിരുന്നു. ഒരു സ്നോയൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ഈ മരങ്ങളുടെ ഇടയ്ക്കൂടെ ഉള്ളൊരു സൂര്യപ്രകാശം അടിക്കുമ്പോൾ ഒരു ഭംഗിയുണ്ടല്ലോ, അത് ശരിക്കും വളരെ മനോഹരമായ കാഴ്ചകളാണ്. വിൻ്റർ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഡേ ടൈം നമുക്ക് വളരെ കുറവായിരിക്കും. വൈകിട്ട് ഒരു 4 മണി 4:30 ആകുമ്പോഴേക്കും നല്ലതായിട്ട് ഇരുട്ടി തുടങ്ങും. എന്നാൽ സമ്മർ ആണെങ്കിൽ നമുക്കൊരു രാത്രി 8 മണി 8:30 ആയാലും പകൽ വെളിച്ചമായിരിക്കും. അപ്പോൾ സമ്മറിലാണ് ശരിക്കും കുട്ടികൾക്ക് ഒരുപാട് സമയം കളിക്കാനൊക്കെ കിട്ടുന്നത്. സ്നോ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ മാനുകളൊക്കെ പുറത്തിറങ്ങിയതാണ് കേട്ടോ. നമ്മുടെ ഈ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാം ഇങ്ങനെ ഓരോ ഗസ്റ്റുകൾ ഇങ്ങനെ വരുന്ന കാണാം. ഇതിപ്പോൾ സ്നോ കഴിഞ്ഞിട്ട് അവർ ഫുഡൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണെന്ന് തോന്നുന്നു. ആദ്യം 1-2 പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ കുറച്ച് പേര് കൂട്ടമായിട്ട് ഇറങ്ങാൻ തുടങ്ങി. അപ്പം നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങൾ ആദ്യമായാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഇനി മറ്റു വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിൽ കാണുന്നിടം വരേക്കും ടേക്ക് കെയർ, ബൈ.